ഹായ്, നമസ്കാരം. നമ്മുടെ പ്ലാന്റുകൾക്ക് ഇങ്ങനെ പേരുകളുണ്ട് അല്ലേ? ഇങ്ങനെ ഒരു ടാഗ് നമ്മുടെ കമ്പനി അല്ലെങ്കിൽ പ്ലാന്റ് വാങ്ങിയ നഴ്സറിക്കാർ ഇങ്ങനെ ഒരു ടാഗ്, ചിലപ്പോൾ അവരുടെ പേരും കാണും, എന്നാലും ടാഗുകൾ കാണും. പക്ഷേ എൻ്റെ ഓൾമോസ്റ്റ് മിക്ക പ്ലാന്റുകൾക്ക് അങ്ങനെ പേരുകളൊന്നുമില്ല. ഈ ഒരു ബനാന മാങ്ങയ്ക്കുണ്ട്, പിന്നെ എൻ്റെ ദൽഹരിക്കുണ്ട്, ദൽഹരി നിൽക്കുന്നു, പിന്നെ എൻ്റെ എന്താ സീതപ്പഴത്തിനുമുണ്ട്. ഇത്തരത്തിനും എനിക്ക് ടാഗുകളുണ്ട്. പിന്നെ എൻ്റെ ഫിഗിന് അത്തികൾക്കും ടാഗുകളുണ്ട്. ടാഗ് ഇല്ലാത്തപ്പോൾ വെളിയിൽ നിന്ന് ഒരാൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇതെന്താണ്, ഈ മരം എന്താണ്, ഈ മരം എന്താണ്, ഇത് മനോരഞ്ജിതമാണ് മാവ്, ഇത് നാംഡോക്മായി ഗോൾഡാണ്, ഇത് നമ്മുടെ കിങ് ഓഫ് ചക്കാപ്പത്ത്. അപ്പോൾ ഇതിന് പേരറിയത്തില്ലാത്തതുകൊണ്ട് മറ്റൊരാളിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പം ടാഗ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പേര് ഓക്കെ, ഇതാണ് ഇന്ന മരം എന്ന് മനസ്സിലാവും. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ആർക്കും മനസ്സിലാവില്ല. എന്താണ് ഈ മരത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ചിലപ്പോൾ ടാഗിൻ്റെ ഒപ്പം ഒരു ഫോട്ടോ കാണും, അതല്ലാതെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ പറ്റില്ല. ദൽഹരിയൊക്കെ ഫ്ലവർ ഒന്ന് തുടങ്ങി കണ്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു ടാഗാണ്. ടാഗിൽ ഒരു QR കോഡുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാന്റിൻ്റെ ബേസിക് ഡീറ്റെയിൽസ്, ബേസിക് എന്നല്ല കുറച്ച് കാര്യങ്ങൾ, അത് ഹൈബ്രിഡ് ആണോ ബഡാണോ, അതിൻ്റെ ഹൈബ്രിഡ് ആണെങ്കിൽ അതിൻ്റെ മദർ ഫാദർ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്നുള്ളൊരു ഡീറ്റെയിൽസ് ഒക്കെ വരും. അപ്പം അങ്ങനത്തെ ഒരു ടാഗാണ് ഇപ്പം നിങ്ങളിനി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കാണുന്നതാണ് ആ ടാഗുകൾ, കണ്ടോ. ഇതിനകത്ത് പേരുണ്ട്, ഫോട്ടോ ഉണ്ട്, ഒരു QR കോഡുണ്ട്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിലേക്ക് പോകും, നമുക്ക് അവിടെ നിന്ന് ഡീറ്റെയിൽസ് കിട്ടും. അപ്പം ഇതിനെക്കുറിച്ച് നമുക്കിന്ന് കാണാം. അപ്പം ഈ ടാഗുകളൊക്കെ എനിക്കിന്ന് പ്ലാന്റുകളിൽ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഞാൻ സ്കാൻ ചെയ്ത് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത്. ഓക്കെ, ചെറിയ കാര്യങ്ങളുണ്ട്. ഇത് മഹാച്ചനക്കാണ്, നമ്മുടെ ബനാന മാങ്ങ എന്ന് പറയും. ഇത് ദൽഹരിയാണ്. ഈ ഫോട്ടോസൊക്കെ മാക്സിമം 1-2 ഫോട്ടോസ് മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഇവിടെ തന്നെ ഉണ്ടായ ഫ്രൂട്ടാണ്. ഇത് നെറ്റിനടുത്ത ഫ്രൂട്ടല്ല, ഇത് ഇവിടെ തന്നെ ഉണ്ടായ ഫ്രൂട്ടാണ് ദൽഹരിയുടെ. അപ്പം നമുക്കിത് സ്കാൻ ചെയ്യുന്നതും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും നമുക്ക് പറയാം. അപ്പം അതിന് മുന്നോടിയായിട്ട് നമുക്ക് പഴയ ടാഗ് ഞങ്ങൾ കട്ട് ചെയ്ത് കളയാണ്. നമുക്കിത് വേണ്ട, നമുക്ക് വേറെ പുതിയ ടാഗ് ഇടാൻ പോലെ. അതുപോലെ തന്നെ ദൽഹരിക്കും ഒരു ടാഗുണ്ട്, അത് നല്ല ടാഗാണ്. ദൽഹരിയുടെ ഒരു നമ്മൾ നെറ്റിൽ കയറി കഴിഞ്ഞാൽ മെയിനായിട്ട് കിട്ടുന്ന ഒരു ഫോട്ടോ അത് തന്നെയാണ് ദൽഹരിയുടെ. ഇതാ പഴയ ടാഗ് ഒഴിവാക്കിയിട്ടുണ്ട്. ബനാന മാങ്കോ പഴയ ടാഗ്, ഇതാ പുതിയ ടാഗ്, നല്ല കളർഫുൾ ടാഗ് വിത്ത് QR കോഡ്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നതെന്നുള്ളത്. കാരണം നമ്മൾ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ പ്ലാന്റുകളുണ്ടാവും. അപ്പം ഇത് വെച്ചാലുള്ള കുഴപ്പം ഒരാൾ നിന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. ഇപ്പം ഞാൻ ഇന്ന് വീട്ടിലില്ല, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു ഗസ്റ്റ് വന്നു, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ നഴ്സറി നടത്തുകയാണ്, ചെറിയ നഴ്സറി ആയിക്കോട്ടെ വലിയ നഴ്സറി ആയിക്കോട്ടെ, അപ്പം അവിടെ പണിക്കാരുണ്ടാവും. പക്ഷേ എല്ലാ പ്ലാന്റിലും നിങ്ങൾക്ക് കൂടെ എന്നൊരാൾ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ ഒരു ഡിജിറ്റൽ QR കോഡുള്ളൊരു ടാഗാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ, ഇത് മാത്രമല്ല, ഇത് ഫോട്ടോ ഉൾപ്പെടെയുള്ള വലിയ ടാഗാണ്. ഇതിൻ്റെ ചെറിയ ടാഗ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ ചെറിയ ടാഗുകളാണ് കണ്ടോ, ഫോട്ടോ ഇല്ലാതെ നാംഡോക്മായി ഗോൾഡ്, മനോരഞ്ജിതം, കണ്ടോ, ഇതിൻ്റെ ചെറിയ ടാഗുകളാണ്. അപ്പം ഇതാണ്, ഇത് കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്, ഇത് ചെറുതാണ്. അപ്പോൾ ഒരു നഴ്സറിക്കാർക്കൊക്കെ ഇങ്ങനത്തെ ടാഗ് മതി. കാരണം ഫോട്ടോ വെക്കണമെങ്കിൽ വെക്കാം. ഇതാകുമ്പോൾ കുറച്ചും കൂടെ വലുതാകുമ്പം എണ്ണം കുറയും, ഇതാകുമ്പോൾ എണ്ണം കുറയില്ല. ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, അങ്ങനെ പേപ്പറല്ല, പെട്ടെന്ന് പോകില്ല. പിന്നെ സ്വാഭാവികം വെയിലൊക്കെ അടിച്ച് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ പോകും, എന്നാലും കുറേ നാളത്തേക്കൊക്കെ നിൽക്കും. അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. നമുക്ക് ഇട്ട് നോക്കണം, വെയിലത്തും മഴയത്തും കിടന്നെങ്കിലല്ലേ ഉള്ളൂ എത്ര നാൾ ഇത് ഉണ്ടാവും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ചെറിയ ടാഗ് വാങ്ങാം. ഇത് വാങ്ങാൻ കിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്താണ് ഇങ്ങനെ QR കോഡ്, ഇതിൻ്റെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്താണ്. അപ്പം നമ്മളൊരു നഴ്സറി അല്ലെങ്കിൽ ചെറിയൊരു വീട് അല്ലെങ്കിൽ ചെറിയ ഫാമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട്, ഫാമിനൊക്കെ ഇത് ഭയങ്കര സൂട്ടബിളാണ്. കാരണം ഫാമിലൊക്കെ ഒരുപാട് പേര് വിസിറ്റ് ചെയ്യാൻ വരുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ പറയുന്ന പോലെ ഏതാണ് പ്ലാന്റ്, അതിൻ്റെ ഡീറ്റെയിൽസ്, ഇത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചാണോ, അതിൻ്റെ ടേസ്റ്റ്, മധുരം, ഞാൻ കാണിക്കാം. നമ്മളിപ്പോൾ ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നത് കാണാൻ പറ്റും. അപ്പം ഇതാ നമ്മുടെ ദൽഹരി, ഇനി ദൽഹരി ഇടണം. ഈ കാണുന്ന പ്ലാന്റുകൾക്കൊക്കെ ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അഡ്വാൻസ് വെർഷൻ ഉണ്ട് കേട്ടോ, ജിയോ ടാഗിങ് എന്ന് പറയും. അതായത് നമ്മുടെ ഒരു വലിയ ഒരു ഏക്കർ കണക്കിന് ഫാമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഏത് അവിടെ പോയി നിൽക്കുമ്പം അതിന് ചിലപ്പോൾ മറ്റേ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ആവശ്യം വരും. ഇതിന് ആപ്ലിക്കേഷൻ ഇല്ല കേട്ടോ. ഇത് ഏത് മൊബൈലുള്ള ഏത് ബ്രൗസർ, നമ്മുടെ ഫോണിൽ ഇപ്പോൾ എല്ലാം QR കോഡ് റീഡർ ഓപ്പൺ ആണ്, അല്ലെങ്കിൽ
പണ്ടാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ഫോണിൽ തന്നെ QR കോഡ് സ്കാനർ ഉണ്ട്, നമ്മുടെ സാധാ ക്യാമറ എടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ആപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. വെബ്സൈറ്റ് മതി, നെറ്റ് മതി, വെബ്സൈറ്റിലേക്കാണ് കയറി പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളൊരു നേഴ്സിനെ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫാമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരാളുടെ കൂടെ ഇപ്പോൾ ഒരു 10-15 ആൾക്കാരവിടെ വന്നിട്ടുണ്ട് ഫാം കാണാൻ. അപ്പോൾ നമ്മളെല്ലാവരും അവരുടെ കൂടെ നടന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അതിന് നല്ല എന്താ, അവർക്ക് അവരുടെ ഓപ്പണായിട്ട് നടക്കുക. എന്നിട്ട് അവരെ പറയുക, നിങ്ങൾ പ്ലാന്റ് എടുത്തെത്തുമ്പോൾ ഒരു ടാഗ് ഉണ്ടാകും. ആ ടാഗിൽ QR കോഡ് ഉണ്ടാകും. നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാനിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, കുറച്ച് അഡീഷണൽ ഫോട്ടോസ് ഉൾപ്പെടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് എത്ര ഈസി ആയിരിക്കും. ഒരാളെ നോക്കിയിരിക്കേണ്ട, ഇതെന്താണ് പ്ലാന്റ്, ഇതിൻ്റെ പേരെന്താണ്, ഇതെവിടെ ഉണ്ടാകുന്നതാണ്, ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ തൂക്കം എത്രയാണ്, ഇതേ സമയത്താണ് ഫ്രൂട്ട് ചെയ്യുന്നത് സാധാരണ, ഇങ്ങനെ കുറേ കാര്യം നമുക്ക് ഇത് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് നോക്കിയത്, പരീക്ഷണാടിസ്ഥാനത്തിൽ നോക്കിയത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയണം, ഇതെങ്ങനെ ഉണ്ടെന്ന് സാധനം, ഈ ഒരു ടെക്നിക്ക്, അല്ല ടെക്നോളജി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ടെക്നിക്ക് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ബാക്കി പ്ലാന്റുകളിലും കൂടെ ഇതൊന്ന് സെറ്റാക്കട്ടെ. കാരണം ഈ കാണുന്ന എല്ലാത്തിലും ഈ ടാഗ് ചെയ്യണം. അതിനുള്ള ടാഗുകളെല്ലാം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, എല്ലാ ടാഗും ഉണ്ട്. കാണിച്ചു തരാം. ഇത് നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച ദൽഹരി, ഇത് ബ്രൗൺ ടർക്കി, ഇത് കിങ് ഓഫ് ചക്കാപ്പാത്ത്, ഇത് ബെയർ ആപ്പിൾ, ഇത് പൂനെ റെഡ് ഫിഗ്, ഇത് നമ്മുടെ ബനാന. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഫോട്ടോ ഇല്ലാത്ത കുറച്ച് ടാഗുകൾ. ഇതാ നാംഡോക്മായി മനോരഞ്ജിതം, ഇതാ സ്ട്രോബെറി ഗുവ, ഇത് VNR, മൻല ടെന്നിസ് ബോൾ ചെറി, ഇത് സീഡ് ലൂബി. അപ്പം ഞാൻ ഇതിലെല്ലാം ഒന്ന് ടാഗ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. അങ്ങനെ ഇതാ ബ്രാൻഡുകൾക്ക് ടാഗ് ഇട്ടു. നമ്മുടെ മഹാചനക്ക്, കാലാപ്പാടി, ഇത് മനോരഞ്ജിതം, ഇത് നാംഡോക്മായി ഗോൾഡാന്നൊക്കെ പറയുന്നു, ഇനി കായ്ച്ചിട്ട് പറയാം. ഇത് കിങ് ഓഫ് ചക്കാപ്പാത്ത് ടാഗ് ഇട്ടു. പിന്നെ സീതപ്പഴം ഗോൾഡൻ, ദൽഹരി ചാമ്പ, നമ്മുടെ ബനാന സപ്പോട്ട, സീഡ് ലൂബി. ഇനിയിപ്പം കുറച്ചവിടെ ഇടാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കുറച്ചിട്ടു. ഇതിൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് ഞാൻ സ്കാൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അത് നമ്മുടെ ഈ ബനാന മാംഗോ ആയിക്കോട്ടെ, ബനാന മാംഗോയും കാലാപ്പടിയൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പം ഇത് നമ്മൾ ഇടുന്നത്, ഇത് എക്സ്പെൻസീവ് ആണെന്ന് വെച്ചാൽ എക്സ്പെൻസീവ് അല്ല. നമ്മൾ ഏതായാലും ഒരു നേഴ്സറിക്കാരൊക്കെ ആണെങ്കിൽ അത് ടാഗ് അടിക്കണം. അപ്പം ഒരേ പ്ലാന്റ് തന്നെയാണല്ലോ ഇങ്ങനെ റിപ്പീറ്റ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു ടാഗ് അടിച്ചു കഴിഞ്ഞാൽ കുറേ അങ്ങ് ഉപയോഗിക്കാം. അപ്പം ഏതായാലും ടാഗ് അടിക്കുന്ന ഏതായാലും പേര് എഴുതണം, ഫോട്ടോ ഇടാറുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു QR കോഡ് വെക്കുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പം അത് നേഴ്സറിക്കാർക്കും ഉപകാരമാണ്, കസ്റ്റമറിന് ഉപകാരമാണ്, അത് വാങ്ങിക്കൊണ്ട് പോകുന്ന കസ്റ്റമർക്ക് ഉപകാരമാണ്. കാരണം വാങ്ങിക്കൊണ്ട് പോയി കഴിയുമ്പോൾ അവർ കുറേ നാൾക്ക് ശേഷം ആ പ്ലാന്റിൻ്റെ പേര് ഓർമ്മയുണ്ടാവും, അല്ലെങ്കിൽ പേരിന് ടാഗ് ഉണ്ടാവും. പക്ഷേ അതെന്താണ് അതിൻ്റെ ഫോട്ടോ നെറ്റിൽ കയറി നോക്കണം. ഇതാകുമ്പോൾ എന്താ, സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. കാരണം മനോരഞ്ജിതം നല്ലൊരു ഫോട്ടോ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ആക്കിയത്. അപ്പോൾ അതുപോലെ തന്നെ കിങ് ഓഫ് ചക്കാപ്പാത്ത്. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് സ്കാൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇതിൻ്റെ ഡേറ്റ വർക്ക് ചെയ്യുന്നത്, എൻ്റെ അത് ഡീറ്റെയിൽസ് എന്തൊക്കെയുണ്ട്. നമുക്കിത് കസ്റ്റമൈസബിൾ ആണ്. അപ്പം ഇപ്പോൾ വരുന്ന ഡേറ്റ അല്ല, നമുക്ക് ഇനി ഇതിൽ അഡീഷണൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് മാത്രമല്ല, എന്തും. ഇപ്പോൾ നമ്മളെ ഫോൺ എടുക്കുക, ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ, ഇതിപ്പോൾ എൻ്റെ സാംസങ് ആണ്, ഓൾമോസ്റ്റ് എല്ലാ ഫോണിലും QR കോഡ് സ്കാനർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ എടുക്കേണ്ട ആവശ്യമില്ല, ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് QRൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. കണ്ടോ, ഓട്ടോമാറ്റിക്കലി ആ QR കോഡ് ഡിറ്റക്ട് ചെയ്തു. കണ്ടോ, ഒരു ലിങ്ക് വരും. ഈ ലിങ്കിൽ ഈ കാണുന്നതാണ് ലിങ്ക്. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ബ്രൗസറിലേക്ക് പോകും. കണ്ടോ, QR കോഡിൽ കൊടുത്ത എന്താണോ അത് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ടാഗിലുള്ള ഫോട്ടോ തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതിൻ്റെ താഴെ പേരുണ്ട്, ബനാന മാംഗോ. അതിൻ്റെ താഴെ അതിൻ്റെ സയൻറ്റിഫിക് നെയിം മാഗ്നിഫെറ ഇൻഡിക്ക. പിന്നെ കൺട്രി തായ്ലൻഡ്, ജസ്റ്റ് ഞാൻ കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഒരു ബേസിക് ഒരു ഡിസ്ക്രിപ്ഷൻ, എന്താണ് മഹാചനക്ക്, അതിൻ്റെ പ്രത്യേകത എന്താണ്. പിന്നെ അതിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ്, പ്രൊപ്പഗേഷൻ ടൈപ്പ് ബഡ് ആണോ ഗ്രാഫ്റ്റ് ആണോ, വേരിയൻ ടൈപ്പ് ഹൈബ്രിഡ് ആണ്. നമ്മുടെ ഈ ബനാന മാംഗോ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ്. ഐവറിയുടെയും സൺസെറ്റ് എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ മിയാസാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പം ഐവറി ഇൻറ്റു സൺസെറ്റിൻ്റെ ഒരു ക്രോസ് ആണ്, അല്ലെ ഹൈബ്രിഡ് ഇതാണ് നമ്മുടെ മഹാചനക്ക്. പിന്നെ അതിൻ്റെ ക്ലൈമറ്റ് ട്രോപ്പിക്കലാണോ സബ് ട്രോപ്പിക്കൽ, അപ്പം ഫ്ലവറിങ് സീസൺ ഏതാണ്, ഒരു ഫസ്റ്റ് ഫ്ലവറിങ് എത്ര വർഷം എടുക്കും, സോയിൽ ടൈപ്പ് ഏതാണ് നല്ലത്, വാട്ടർ റിക്വയർമെൻറ്റ് എന്താണ്, നമ്മുടെ കണ്ടെയ്നർ സൂട്ടബിൾ ആണോ, അതായത് ചെറിയ കണ്ടെയ്നറാണോ വേണ്ടത്, വലിയ കണ്ടെയ്നറാണോ വേണ്ടത്. പിന്നെ ഫ്രൂട്ട് ഇൻഫർമേഷൻ, ഫ്രൂട്ടിങ് സീസൺ എപ്പോഴാണ്, അത് എത്ര നാൾ കൊണ്ടാണ് അതൊരു റൈപ്പനിങ് അല്ലെങ്കിൽ പഴുക്കാറാകുന്നത്, ഫ്രൂട്ടിൻ്റെ കളർ എന്താണ്, ഫ്രൂട്ടിൻ്റെ സൈസ്, ഒരു ഏകദേശം സൈസ് എന്താണ്, ഒരു ആവറേജ് വെയിറ്റ് എന്താണ്,
അതിൻ്റെ ബ്രിക്സ്, നമ്മുടെ സ്വീറ്റ്നസ് ബ്രിക്സ് എന്നൊക്കെ പറയത്തില്ല, അതെത്രയാണ്, ഫ്രൂട്ടിൻ്റെ ഷേപ്പ്, ഹാർവസ്റ്റ് എപ്പോഴാണ് സാധാരണ നടത്താറുള്ളത്, അങ്ങനെ പറഞ്ഞ കുറേ കാര്യങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് അഡീഷണൽ കുറച്ച് ഫോട്ടോസ് കണ്ടോ, ബനാന മാങ്കോയുടെ നല്ല കുറച്ച് ഫോട്ടോസ്, ഇതൊക്കെ നെറ്റിൽ നിന്ന് എടുത്താണ്. കാരണം എൻ്റെ അടുത്ത് കായ്ക്കാത്ത സാധനത്തിൻ്റെ ഫോട്ടോ എനിക്ക് കിട്ടില്ലല്ലോ, അപ്പം ഇത് നെറ്റിൽ നിന്ന് എടുത്താണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു ബേസിക് ഇൻഫർമേഷനായി. ഒരു വെളിയിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ വേണമെങ്കിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താം. അത് ആരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണോ കവറൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. വീണ്ടും നമ്മുടെ ക്യാമറ എടുക്കുന്നു, കാലാപ്പാടിയിലേക്ക് വരുന്നു, ജസ്റ്റ് അതിൻ്റെ അവിടെ വെച്ചാൽ മതി, തന്നെ ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ചെയ്യും. അത് ക്ലിക്ക് ചെയ്യുന്നു, ഇതാ കാലാപ്പാടി ഡീറ്റെയിൽസ് വരുന്നു. കാലാപ്പാടി മാവ്, കാരണം മാവിൻ്റെയൊക്കെ സയൻറ്റിഫിക് നെയിം ഒന്ന് തന്നെയാണ്, മാഗ്നിഫെറ ഇൻഡിക്ക. പിന്നെ കൺട്രി, ഇന്ത്യ, നമ്മുടെ കാലാപ്പാടി അറിയാലോ തമിഴ്നാടിൻ്റെ ഒരു ഫ്രൂട്ടാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യനാണ് കൺട്രി. പിന്നെ കാലാപ്പാടിയുടെ ബേസിക് ഡീറ്റെയിൽസ്. ഫോണിൽ തന്നെയുള്ള ക്യാമറ ആപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്, ഇത് ക്യാമറയുടെ ആപ്പാണ്, അല്ല വേറെ സെപ്പറേറ്റ് ആപ്പൊന്നുമില്ല. അതുപോലെ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ എൻ്റെ ഈ ഫോട്ടോ തന്നെ ഇവിടെ തന്നെ ഉണ്ടായതാണ്, നമ്മുടെ ഡൽഹരി, അതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്യുന്നു, കണ്ടോ, പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യും, ഒരുപാട് സമയം എടുക്കത്തില്ല, കണ്ടോ ഡൽഹരിയുടെ ഡീറ്റെയിൽസ്. അപ്പം പറഞ്ഞു വന്നെന്താണ്, ഈ ടൈപ്പിലുള്ള ഈ കാണുന്നതൊക്കെ പോലെയുള്ള ഡിജിറ്റലായിട്ടുള്ള ടാഗ്, പ്ലാന്റിൻ്റെ നെയിം ടാഗുകൾ കൊടുത്തു കഴിഞ്ഞാൽ 100% അവിടെ വരുന്ന കസ്റ്റമർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു ഫാം നടത്തുന്ന ആൾക്കാരാണെങ്കിൽ പോലും ചെറിയൊരു മുതൽ മുതക്കേ അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ, മുതൽ മുതക്കിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പം നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്നവർക്ക് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട, ജസ്റ്റ് സ്കാൻ ചെയ്താൽ മാത്രം മതി. കണ്ടോ ബനാന സപ്പോട്ട, ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ സൗണ്ട് കേട്ടാൽ മനസ്സിലാവും, ഇത് പെട്ടെന്ന് അങ്ങനെ കീറിപ്പോകുന്ന സാധനമൊന്നുമില്ല. കണ്ടോ പേപ്പറല്ല, ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഇതിനെ പറയുന്നത് സിന്തറ്റിക് പ്രിൻറ്റ്, അങ്ങനത്തെ പറയുന്നത് സിന്തറ്റിക് പേപ്പർ പ്രിൻ്റ് എന്ന് പറയുന്നത്. അപ്പം കുറേ നാളൊക്കെ ഇതങ്ങ് നിൽക്കും, നോക്കട്ടെ ഇത് എത്ര നാൾ നിൽക്കുന്ന അറിയില്ല, അതുകൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ പേപ്പർ തന്നെ ചൂസ് ചെയ്തത്. ഏതായാലും നമുക്ക് എനിക്ക് തോന്നുന്നു വളരെ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടൊരു കാര്യമാണ് ഈ ഒരു സംഭവം ചെയ്തപ്പോൾ. കാരണം ഞാൻ പിന്നെ 1-2 പേരുമായിട്ട് സജസ്റ്റ് ചെയ്തപ്പോഴും അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. കാരണം നല്ലൊരു ഐഡിയ ആണ് ഇങ്ങനെ ഒരു പ്ലാന്റിന് QR കോഡ് ടാഗ് കൊടുക്കുന്നത്. എനിക്കത് മിക്ക വലിയ ഇപ്പോൾ കമ്പനികളൊക്കെ ചെയ്യുന്നുണ്ട്. അത്രയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അത് വേണം, എന്ത് വേണം ഉൾപ്പെടുത്താം, ഫോട്ടോ വേണേൽ ഫോട്ടോ, വീഡിയോ വേണേൽ വീഡിയോ, എന്ത് വേണം നമുക്ക് QR കോഡിൽ ഉൾപ്പെടുത്താം. ആ ഒരു കാണിച്ച സൈറ്റിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പം ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരെയും അഭിപ്രായങ്ങൾ പറയാം, ഇതെങ്ങനെയുണ്ട് ഈ സാധനം, ഈ ഒരു ഡിജിറ്റൽ പ്ലാന്റ് ടാഗ് അല്ലെ നെയിം ടാഗ് എന്നുള്ളത് സംഭവം നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം. ഇപ്പം ഫ്ലവറിങ് പ്ലാന്റ് ആണെന്ന് ഉപയോഗിക്കാം, ഫ്രൂട്ടിങ് പ്ലാന്റുകൾക്ക് ഉപയോഗിക്കാം, എന്ത് കാര്യങ്ങൾക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ജസ്റ്റ് കസ്റ്റമൈസ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. കാരണം അറിയണം നമുക്ക് എന്താണ് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്നുള്ളത്, ഈ ഒരു ഐഡിയ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയും കൂടെയാണ്. അപ്പം താങ്ക് യു. നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.